എല്ലാവർക്കും നമസ്കാരം. ശിരോ ചികിത്സയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഔഷധ എണ്ണയാണ് ത്രിഫലാദി തൈലം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നെല്ലിക്ക, കടുക്ക, താന്നിക്ക എന്നീ ത്രിഫലങ്ങളുടെ സത്തയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഘടകം. ഇതിനു പുറമെ അമൃത്, കേതകി, ഇരുവേലി, ചന്ദനം തുടങ്ങി നിരവധി ഔഷധങ്ങളും ഇതിൽ ഉപയോഗിക്കുന്നു. തലയിലെ ചൂട് കുറയ്ക്കാനും കണ്ണിന് കുളിർമ നൽകാനും ഈ തൈലത്തിന് കഴിവുണ്ട്. കണ്ണിനുണ്ടാകുന്ന തളർച്ച, കാഴ്ചക്കുറവ്, കടുത്ത തലവേദന എന്നിവയ്ക്ക് ത്രിഫലാദി തൈലം മികച്ച ഒരു പ്രതിവിധിയാണ്. മുടികൊഴിച്ചിൽ തടയാനും അകാലനര ഇല്ലാതാക്കാനും ശിരോചർമ്മത്തിലെ അണുബാധകൾ നീക്കാനും ഈ തൈലം സഹായിക്കും. ത്രിഫലാദി തൈലത്തിന്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റിയും ഇത് ഉപയോഗിക്കേണ്ട രീതിയെപ്പറ്റിയും നോക്കാം. ത്രിഫലാദി തൈലം തലയിൽ തേക്കുന്നത് കണ്ണിന്റെ നാഡികളെ ഉത്തേജിപ്പിക്കാനും കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും സഹായിക്കും. കണ്ണിനുണ്ടാകുന്ന പുകച്ചിൽ, ചൊറിച്ചിൽ, കണ്ണിൽ നിന്ന് വെള്ളം വരിക തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇത് വലിയ ആശ്വാസം നൽകും. പിത്തദോഷം മൂലമുണ്ടാകുന്ന കടുത്ത തലവേദനയ്ക്കും മൈഗ്രെയിനും ത്രിഫലാദി തൈലം മികച്ച പരിഹാരമാണ്. മുടിയുടെ വേരുകൾക്ക് ബലം നൽകാനും മുടികൊഴിച്ചിൽ കുറയ്ക്കാനും ഈ തൈലം സഹായിക്കും. ശിരോചർമ്മത്തിലെ ചൊറിച്ചിലും താരനും അകറ്റി മുടി ആരോഗ്യത്തോടെ വളരാൻ ഇത് സഹായിക്കും. ചെറുപ്പത്തിൽ തന്നെ മുടി നരയ്ക്കുന്ന അവസ്ഥയുള്ളവർ ത്രിഫലാദി തൈലം പതിവായി ഉപയോഗിക്കുന്നത് നരയുടെ വേഗത കുറയ്ക്കാൻ സഹായിക്കും. നെല്ലിക്കയിലെ ആന്റി ഓക്സിഡന്റുകൾ മുടിയുടെ നിറം നിലനിർത്താൻ സഹായിക്കും. മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും ഈ തൈലത്തിന് പ്രത്യേക കഴിവുണ്ട്. രാത്രി ഉറക്കം കുറവുള്ളവർ ഇത് തലയിൽ തേച്ച് മസാജ് ചെയ്യുന്നത് നല്ല ഉറക്കം ലഭിക്കാൻ നല്ലതാണ്. കുളിക്കുന്നതിന് മുൻപ് ഈ തൈലം തലയിൽ തേച്ച് 15 മിനിറ്റ് ഇരിക്കുക. ഇത് കണ്ണിന്റെ ചൂട് കുറയ്ക്കാനും കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ കുറയ്ക്കാനും സഹായിക്കും. ത്രിഫലാദി തൈലത്തിൽ അല്പം നാരങ്ങ നീര് കൂടി ചേർത്ത് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. അരമണിക്കൂറിന് ശേഷം കഴുകി കളയുന്നത് താരൻ മാറാൻ ഫലപ്രദമാണ്. ത്രിഫലാദി തൈലത്തോടൊപ്പം അല്പം നീലിഭൃംഗാദി തൈലം കൂടി ചേർത്ത് തലയിൽ തേക്കുന്നത് മുടികൊഴിച്ചിൽ പെട്ടെന്ന് മാറാൻ സഹായിക്കും. ത്രിഫലാദി തൈലം അമിതമായി തണുപ്പ് നൽകുന്ന ഒന്നാണ്. അതിനാൽ ജലദോഷം, സൈനസൈറ്റിസ്, കഫക്കെട്ട് എന്നിവ ഉള്ളപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. പനിയുള്ള സമയത്ത് തലയിൽ എണ്ണ തേക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കുളിക്കുന്നതിന് 20-30 മിനിറ്റ് മുൻപ് തലയിൽ തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുളിക്കാൻ ഇളം ചൂട് വെള്ളം ഉപയോഗിക്കുക. തലയിൽ തേക്കുമ്പോൾ വല്ലാതെ അമർത്തി തിരുമാതെ പതിയെ മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കുക.